തുടങ്ങല്ലേ? സ്റ്റാർട്ട്. ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് ഫിസിക്സിലെ ഫസ്റ്റ് യൂണിറ്റ് ആയ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ചാപ്റ്റർ ആണ്. അതിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ലൈറ്റിന്റെ റിഫ്രാക്ഷൻ, അതിന്റെ ലോസ്, റിഫ്രാക്ഷൻ ഉണ്ടാവുക അതിന്റെ കണ്ടീഷൻസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഫസ്റ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിന്റെ ടോപ്പിക് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എന്താണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിന്റെ ഗ്രാഫാണിത്, ഡയഗ്രാമാണ് ഇത് കാണുന്നത്. ഇൻസിഡന്റ് റേ അതിന്റെ സെൻട്രലായിട്ട് നോർമൽ വരുന്നുണ്ട്. ഇതാണ് നോർമൽ റേ എന്ന് പറയുന്നത്. നോർമൽ റാന്റെ മറ്റേ സൈഡിൽ റിഫ്ലക്റ്റഡ് റേ. ഇപ്പൊ ഇൻസിഡന്റ് റാന്റെയും നോർമൽ റാന്റെയും ബിറ്റ്വീനുള്ള ഗ്യാപ്പിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ റിഫ്ലക്റ്റഡ് റേയും നോർമൽ റേയും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്ലാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമുക്ക് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ ചെറിയ ഡയഗ്രാം ആണ് ഇത് നമ്മളിവിടെ കാണുന്നത്. ഒരു പ്ലെയിൻ മിററിൽ തട്ടി ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന ഡയഗ്രാമാണ് ഇവിടെ കാണുന്നത്. ഇനി അടുത്ത നമുക്ക് എന്താണ് നമ്മുടെ മെയിൻ ടോപ്പിക്ക് വരാം, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ടോപ്പിക്ക് നമുക്ക് വരാം. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റേ മീഡിയത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ ഡീവിയേഷൻ, അതിനാണ് നമുക്ക് റിഫ്രാക്ഷൻ എന്ന് പറയാൻ പറ്റും. അതായത് ഇവിടെ കാണുന്ന ഈ ഏന്ന് കാണുന്ന ഭാഗം എയർ ആണ്, മറ്റേ ഭാഗം വാട്ടറോ ഗ്ലാസോ വേറെന്ത് മീഡിയമോ ആവാം. ഈ രണ്ട് മീഡിയത്തിന്റെ ഡെൻസിറ്റിയും ചേഞ്ച് ഉണ്ടാവും. ഡെൻസിറ്റി ചേഞ്ച് ഉള്ള മീഡിയത്തേക്ക് ലൈറ്റ് പാസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കിട്ടുള്ളൂ. നോർമലും ഈ എന്ന് കാണേണ്ട ലൈനാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഈ എന്നാണ് നോർമലും ഇൻസിഡൻസ് ലൈൻ തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നോർമലും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ തമ്മിലുള്ള ആംഗിൾ ഓഫ് നോർമലും റിഫ്രാക്ഷൻ ലൈൻ തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇനി നമുക്ക് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിന്റെ ഡെഫിനിഷൻ നോക്കാം. The deviation in the path of light when it falls obliquely from one medium to another medium is called a refraction of light. ഒരു ലൈറ്റ് അത് ചെരിഞ്ഞുകൊണ്ട് ഒരു മീഡിയത്തേക്ക് തട്ടുകയാണെങ്കിൽ അതിന് ചെറിയ ചേഞ്ച് വരും. ചെരിഞ്ഞ് പതിക്കുമ്പോൾ പ്രകാശ വ്യതിയാനം സംഭവിക്കും. ചെറിയൊരു ലൈനിന് റാക്ക് ചെറിയ ചേഞ്ച് ഉണ്ടാവും. ആ ചേഞ്ചിനാണ് നമ്മൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ അപവർത്തനം എന്ന് പറയുന്നത്. കണ്ടീഷൻ ഫോർ റിഫ്രാക്ഷൻ, ലൈറ്റ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നതിനുള്ള കണ്ടീഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ലൈറ്റ് റേ ഷുഡ് ഫാൾ ഒബ്ലീക്വലി. ലൈറ്റ് റിഫ്രാക്ഷൻ സംഭവിക്കണമെങ്കിൽ ലൈറ്റ് ചെരിഞ്ഞാണ്ട് അതിന്റെ മീഡിയത്തേക്ക് പതിക്കണം. ദ മീഡിയം മസ്റ്റ് ഹാവ് ഡിഫറെന്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ലൈറ്റ് പാസ് ചെയ്യുന്ന രണ്ട് മീഡിയം ഉണ്ടാവും, അതിന് രണ്ട് മീഡിയത്തിനും ഡിഫറെന്റ് ഡെൻസിറ്റി ആയിരിക്കണം, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ലൈറ്റ് റിഫ്രാക്ട് ആവുള്ളൂ. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. അതായത് ലൈറ്റ് നേരെ സ്ട്രൈറ്റ് ആയിട്ട് മീഡിയത്തിൽ
മീഡിയത്തിലൂടെ പാസ് ചെയ്താൽ അത് ഒരിക്കലും റിഫ്രാക്റ്റ് ആവില്ല. ചെരിഞ്ഞുകാണ്ട് മാത്രം പാസ് ചെയ്താൽ മാത്രമേ റിഫ്രാക്റ്റ് ചെയ്യുകയുള്ളൂ. ഇതാണ് ഇത് ഇത് റിഫ്രാക്ഷന്റെ എക്സാമ്പിൾ ആണ്. അതായത് ഈ ഗ്ലാസ്സിൽ നമ്മൾ പെന്നോ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും ഒബ്ജക്റ്റ് വെച്ചാല്, ഗ്ലാസ്സിൽ വാട്ടർ ആക്കിയാണ്ട് അതിൽ പെന്നോ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും ഒബ്ജക്റ്റ് വെച്ചാല് നമുക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുക. പെൻസിൽ മുറിഞ്ഞ വരി തോന്നും. അതിന്റെ റീസണ് റിഫ്രാക്ഷൻ ആണ്. ഇതൊരു തെറ്റായ ഫിഗർ ആണ്. നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഇതിൽ ഉൾപ്പെടുത്തിയാണ്. നമ്മള് കറക്റ്റ് ഫിഗർ ഇതാണ് വരുന്നത്. നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാനുള്ളത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നോക്കുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ്, ഇത് എയർ ആണ്. ഈ മീഡിയം എയർ ആണ്. മുകളിൽ കാണുന്ന മീഡിയം ഒക്കെ നമ്മൾ എയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്. ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എങ്ങനെയാ വെച്ചാല് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അതായത് എയറിലെ സ്പീഡ്, ലൈറ്റിന്റെ സ്പീഡ് 3 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ്. അത് വാട്ടർക്ക് എത്തുമ്പോൾ അത് കുറയുന്നുണ്ട്. 2.25 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ് ആവുന്നുണ്ട്. അതിന് കാരണം എയറിനെക്കാളും ഡെൻസിറ്റി കൂടുതലാണ് വാട്ടറിന്. ഓക്കെ, ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ലൈറ്റ് ഡെൻസിറ്റി കൂടിയ മീഡിയത്തേക്ക് ലൈറ്റ് പാസ് ചെയ്യുന്നതിനനുസരിച്ച് ലൈറ്റിന്റെ വേഗത കുറയും. അടുത്ത ഫിഗർ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വാട്ടറിനെക്കാട്ടും ഡെൻസിറ്റി കൂടുതലാണ് ഗ്ലാസ്സിന്. ഓക്കെ, അപ്പോ ഗ്ലാസ്സിലെ ലൈറ്റിന്റെ സ്പീഡ് വാട്ടറത്തിനാണ്ടി കുറവാണ്. ഇവിടെ വാട്ടറിൽ 2.25 ഉണ്ടായിരുന്നു, ഗ്ലാസ്സിൽ 2 × 10⁸ മാത്രമേ ഉള്ളൂ. അതിന് റീസണ് വാട്ടറിന്റെ ഗ്ലാസ്സിനെക്കാട്ടി ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് മാത്രമാണ്. നമുക്ക് അടുത്ത ഡയമണ്ടിൽ എങ്ങനെ ലൈറ്റിന്റെ സ്പീഡ് വരുന്നത് നോക്കാം. ഡയമണ്ട് ഒരു ഹാർഡ് മെറ്റീരിയൽ ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞ രണ്ട് മെറ്റീരിയൽസിനെക്കാട്ടി ഡെൻസിറ്റി കൂടുതലാണ് ഡയമണ്ടിന്. ഇപ്പൊ ഡയമണ്ടിൽ നമ്മൾ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അതിന്റെ സ്പീഡ് 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് മാത്രമേ. ഈ ടേബിളിൽ കൊടുത്തിരിക്കണ ലൈറ്റിന്റെ സ്പീഡാണ് ഓരോ മീഡിയത്തിലും ഉണ്ടാവുന്ന ലൈറ്റിന്റെ സ്പീഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും കുറവ് ഡയമണ്ടിലാണ്. അതിന് കാരണം ഡെൻസിറ്റി കൂടിയ മീഡിയ ആയതുകൊണ്ടാണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഡയമണ്ടിൽ വളരെ കുറവ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിന്റെ ഡെഫിനിഷൻ നോക്കാം. The ability of medium to influence the speed of light through the medium. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി, സ്പീഡ് ഓഫ് ലൈറ്റിന്റെ എബിലിറ്റിനെ കൺസിഡർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അതായത് ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മളെ സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും. ഡെൻസിറ്റി കുറയുന്നതിനനുസരിച്ച് സ്പീഡ് ഓഫ് ലൈറ്റ് കൂടും. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും നമ്മളെ മീഡിയത്തിന്റെ ഡെൻസിറ്റിയും കൂടി ഉള്ളത്. നമുക്ക് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നോക്കാം. ഇതാണ് ഇപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിന്റെ ഇൻക്രീസിങ് ഓർഡർ. ഏറ്റവും കൂടുതൽ വാട്ടറിലാണ്, പിന്നെ വാട്ടറല്ല എയറിലാണ്, പിന്നെ വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. ഈ ഒരു ഓർഡറിലാണ്. ഇതാണ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഇനി ലോ ഓഫ് റിഫ്രാക്ഷൻ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് കേട്ടോ. ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എൻട്രൻസ് ലോ ഓഫ് റിഫ്രാക്ഷനിലെ ഫസ്റ്റ് ലോ ആണ് നമ്മൾ പഠിക്കാൻ പോണത്. When the light enters from one medium to another, the incident ray, the refracted ray, and normal at the point of incident will be on the same plane. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, when light enters from medium, ഇതാണ് ലൈറ്റ് എൻറ്റർ ചെയ്യുന്ന മീഡിയം എയർ. ഇവിടെ ലൈറ്റ് എൻറ്റർ ചെയ്യുന്ന മീഡിയം എയർ ആണ്. The incident ray,
ഇതാണ് ഇൻസിഡന്റ് റേ. വാട്ടർ പോണ ഈ റേ ആണ് നമ്മുടെ ഇൻസിഡന്റ് റേ ഐ. And the normal at the point of incidence. ഇതാണ് നോർമൽ. അതായത് ഇത് പറയണത് ഈ മൂന്ന് റായകളുടെ നോർമൽ റായന്റെയും ഇൻസിഡന്റ് റായന്റെയും റിഫ്രാക്റ്റർ റായന്റെയും മൂന്ന് റായന്റെയും തുടക്കം ഒരു പോയിന്റ് നിന്നാണ്. അതായത് എയറും വാട്ടറും തമ്മിലുള്ള ഒരു ഭാഗത്തു നിന്നാണ് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ നിന്നാണ് അതിന്റെ തുടക്കം എന്നാണ് ഈ ഫസ്റ്റ് ലോയിൽ പറയണത്. സെക്കൻഡ് ലോ, when the light enters from an optically rarer medium to a denser medium, it deviates towards the normal. അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള ഒരു മീഡിയത്തിൽ നിന്ന് കൂടുതലുള്ള മീഡിയത്തേക്ക് വാട്ടർ അല്ല ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ റിഫ്രാക്റ്റർ ആൻഡ് ഡീവിയേഷന് ടുവാർഡ്സ് ദ നോർമൽ ആയിരിക്കും. ഇതാണ് ഈ ഡോട്ടഡ് ലൈൻ ആണ് നോർമൽ ലൈന്. ഈ ലൈനിന്റെ അടുത്തേക്കായിരിക്കും റിഫ്രാക്റ്റർ ആയി വരിക. അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്ന് ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അതിന്റെ റിഫ്രാക്ഷൻ വരുന്നത് നോർമൽ റേന്റെ തൊട്ടടുത്തേക്കാണ്. ഓക്കെ. മൂന്നാമത്തെ ലോ പറഞ്ഞത് when the light enters from optically denser medium to a rarer medium, it deviates away from the normal. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞത് ഡെൻസിറ്റി കുറവുള്ള മീഡിയത്തിൽ നിന്ന് കൂടുതലുള്ള മീഡിയത്തേക്ക് പോണ ലൈറ്റിനെ കുറിച്ചായിരുന്നു. മൂന്നാമത്തെ ലോയിൽ പറയണത് കൂടുതൽ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിൽ നിന്ന് കുറഞ്ഞ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിലോട്ട് പോകുമ്പോൾ ലൈറ്റ് നോർമലിൽ നിന്ന് എവേ ആയിരിക്കും. അതായത് നേരത്തെ കണ്ട ലൈന് ഇങ്ങനെ പോയിരുന്നത് ഈ നോർമൽ ലൈനിന്റെ അടുത്ത് കൂടെ ആയിരുന്നു നമ്മൾ സെക്കൻഡ് ലോയിൽ പറഞ്ഞ ലൈന് പോയിരുന്നത്. നമ്മൾ തേർഡ് ലോയിൽ പറഞ്ഞത് ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് കുറഞ്ഞ മീഡിയത്തിലേക്ക് പോണ കാര്യമാണ്. അപ്പൊ ഇവിടെ ഡീവിയേഷൻ എവേ ഫ്രം ദ നോർമൽ ആണ്. നമുക്ക് അടുത്തായിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ നോക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ വാക്വം ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. അതായത് ഇതാണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ വാക്വത്തിലെ സ്പീഡ് ഓഫ് ലൈറ്റും പിന്നെ മീഡിയത്തിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റ് തമ്മിലുള്ള റേഷ്യോ, അതാണ് സ്പീഡ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയണത്. അപ്പോ ഈ ഒരു ഫിഗറിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറഞ്ഞത് 3 × 10⁻⁸/2 ആണ് വരിക. by 2 × 10⁸. അപ്പോ ഇവിടെ 10⁸ 10⁸ ക്യാൻസൽ ആയി പോകും. അപ്പൊ 3/2 എന്ന് പറഞ്ഞാല് 1.5 ആണ്. അപ്പൊ ഈ ഫിഗർ നമുക്ക് കിട്ടുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 എന്നാണ്. അതായത് എയറും ഗ്ലാസും തമ്മിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല കേട്ടോ. ഒരു യൂണിറ്റ് ഇല്ലാത്ത ഒരു സംഭവമാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷന് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. അതിന്റെ n is equal to c/v. c എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ വാക്വം, v എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ ഡിനോട്ട് ചെയ്യല് n എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല. പലരും മനസ്സിലാവില്ല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താന്നുള്ളത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് എല്ലാ എക്സാമിനും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓരോ മീഡിയം തന്നിട്ട് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ളത്. ഇത് അതായത് ഓരോ
എയർന്ന് വാക്കത്തുനിന്ന് എയർ കൂടെ പാസ് ചെയ്യുമ്പോഴുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് 1. എയർന്ന് വാട്ടർക്ക് പാസ് ചെയ്യുമ്പോഴുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് 1.33. വാക്കത്തുനിന്ന് ഗ്ലാസ്സിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോഴുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് 1.5. വാക്കത്തുനിന്ന് ഡയമണ്ട് കൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് 2.4. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്റർ. പിന്നെ ടോപ്പിക്കുകള് പിന്നെ ഇവിടെ ഒരു സംഭവം കൂടി നമുക്ക് പറയാനുണ്ടായിരുന്നു. സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുന്നതിനനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയും. സ്പീഡ് ഓഫ് ലൈറ്റ് കുറയുന്നതിനനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുകയും ചെയ്യും. ഓക്കെ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. നമ്മളൊന്ന് കുറച്ച് ചെറിയൊരു ടോപ്പിക്ക് അത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഒന്ന് പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഇന്ന് പഠിച്ചൊരു മെയിൻ സംഭവമാണ് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷൻ. അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല. നമ്മള് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിനോട്ട് ചെയ്യണേ എൻ എന്നുള്ള ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്, സ്മോൾ ലെറ്റർ എൻ. പിന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഈ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഒരു ഫസ്റ്റ് ലോ പറയണത് ഇൻസിഡന്റായും റിഫ്രാക്റ്ററായും നോർമലായും ഉണ്ടാവുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതിനെ കുറിച്ചാണ് ഫസ്റ്റ് ലോയിൽ നമ്മൾ പറയണത്. രണ്ടാമത്തെ ലോ നമ്മൾ ഡെൻസർ മീഡിയത്തിൽ, അതായത് ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്ന് ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഈ ഒരു ആംഗിളിനാണ് നമ്മൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയാം. അത് ടുവേർഡ്സ് നോർമൽ ആയിരിക്കും. പിന്നെ ഡെൻസിറ്റി കൂടിയ പിന്നെ മൂന്നാമത്തെ ലോയിൽ പറയുന്നത് ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ്. അപ്പോ അതിന്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ മറ്റേ ഡെൻസിറ്റി കുറഞ്ഞതിനാട്ടി കൂടുതലായിരിക്കും. പിന്നെ എവേ ഫ്രം ദ നോർമൽ ആയിരിക്കും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വരുന്നത്. ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് കേട്ടോ. ഈ 3 പോയിന്റും ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഈ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയർ മീഡിയത്തിലേക്ക് പോകുന്നതും റയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കും പോണ ഈ ഡയഗ്രാം വരക്കാനൊക്കെ ഉണ്ടാവും. അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഏറ്റവും സ്പീഡ് കൂടുതൽ ഏറ്റവും ഡെൻസിറ്റി കൂടുതൽ എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. ഓക്കെ. ഈ ഒരു ഓർഡർ ഇതാണ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. പിന്നെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിന്റെ ഡെഫിനിഷൻ ആയത് the ability of medium to influence the speed of light through the medium is its optical density. അതായത് ലൈറ്റ് പാസ് ചെയ്യുന്ന എബിലിറ്റി, അതായത് ഡെൻസിറ്റി കൂടുന്നതനുസരിച്ച് ലൈറ്റ് സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും. ആ ഒരു എബിലിറ്റിക്കാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുക. അതായത് ഡെൻസർ മീഡിയത്തിൽ പോകുന്നതനുസരിച്ച് ലൈറ്റിന്റെ സ്പീഡ് കൂടും. ഡെൻസിറ്റി കുറവുള്ള മീഡിയത്തിൽ ലൈറ്റിന്റെ സ്പീഡ് കുറവായിരിക്കും, കൂടുതലായിരിക്കും. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. സ്പീഡ് ഓഫ് ലൈറ്റ് വാക്വത്തില് 3 × 10⁸, വാട്ടറില് 2.25 × 10⁸, ഗ്ലാസ്സില് 2 × 10⁸, ഡയമണ്ടില് 1.25. ഡയമണ്ടിലാണ് ഏറ്റവും കുറവ്. കാരണം ഡയമണ്ടിന്റെ ഏറ്റവും ഡെൻസിറ്റി കൂടുതൽ ഹാർഡർ മെറ്റീരിയൽ ആണ് ഡയമണ്ട്.
പിന്നെ കണ്ടീഷൻ ഫോർ റിഫ്രാക്ഷൻ സംഭവിക്കണമെങ്കിൽ ഒരു ലൈറ്റ് ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് നമ്മള് വേറെ മീഡിയത്തിൽ കടക്കുമ്പോൾ ലൈറ്റ് എന്തായാലും ചെരിഞ്ഞിട്ട് പാസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഇംഗ്ലീഷ് പറഞ്ഞാൽ ലൈറ്റ് റേ ഷുഡ് ഫോൾ ഒബ്ലീക്വലി. നമ്മളിവിടെ ഉള്ള ഫിഗറിലൊക്കെ കണ്ടിട്ടുണ്ടോ അവരാ? അതായത് ലൈറ്റ് പാസ് ചെയ്യണതൊക്കെ ചെരിഞ്ഞിട്ടാണ്. ഏത് ലൈറ്റ് ഞാൻ നേരെ നേരെ വന്ന് ഈ മീഡിയത്തിലേക്ക് എത്തിയാല് അത് നേരെ റിഫ്രാക്ഷനും ഒന്നും സംഭവിക്കില്ല, നേരെ കണ്ട് പാസ് ചെയ്യുള്ളൂ. അതാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ പറയണത്. പിന്നെ പറയണത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിഫറെന്റ് ആണോ, രണ്ട് മീഡിയത്തിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്തായാലും ഡിഫറൻസ് ആണോ. അപ്പൊ എയർന്ന് എയർക്ക് പോയാല് ലൈറ്റിനും ചേഞ്ച് ഉണ്ടാവില്ലല്ലോ, അതാണ് പറയുന്നത്. സെയിം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിലോട്ട് ലൈറ്റ് പാസ് ചെയ്താല് അതിന് റിഫ്രാക്ഷൻ സംഭവിക്കുക. ഡിഫറെന്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിലേക്ക് പോയാൽ മാത്രമാണ് റിഫ്രാക്ഷൻ സംഭവിക്കുള്ളൂ. അതാണ് ഇവിടെ കണ്ടില്ലേ, രണ്ട് ഡിഫറെന്റ് മീഡിയ ആണ്. മുകളിൽ എയറും അടിയിൽ വാട്ടറും. ഇവിടെ മുകളിൽ എയർ, താഴെ ഗ്ലാസ്. അങ്ങനെ എല്ലാത്തിനും റിഫ്രാക്ഷൻ സംഭവിക്കല് ഡിഫറെന്റ് മീഡിയത്തിൽ മാത്രമാണെന്നാണ് രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത്. പിന്നെ നമ്മൾ ഫസ്റ്റ് പഠിച്ച നമ്മൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അതിന്റെ ഡെഫിനിഷൻ ആണത്. The deviation in the path of the light when it falls obliquely from one medium to another medium is called the refraction of light. മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് ചെരിഞ്ഞ് പതിക്കുമ്പോൾ പ്രകാശത്തിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഇതാണ് അപവർത്തനം. അതായത് ഒരു ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പാസ് ചെയ്യണമെങ്കിൽ അതിന് ലൈറ്റിന്റെ ആംഗിൾ ചെറിയൊരു ചേഞ്ച് വരും. ഡയറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് പാസ് ചെയ്യും. നമ്മള് ലൈറ്റ് അടിക്കണ ഡയറക്റ്റ് പാസ് ചെയ്യില്ല, ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. ആ ചേഞ്ചിനാണ് നമ്മൾ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിന് ചേഞ്ചിനാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റിഫ്രാക്ഷന്റെ ഒരു ഡയഗ്രാമാറ്റിക് എക്സ്പ്ലനേഷൻ ആണ്. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഇൻസിഡന്റ്, അതായത് നമ്മളെ ഫസ്റ്റ് നമ്മൾ ലൈറ്റ് അടിക്കണ റാക്ക് പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. പിന്നെ ഇതൊരു അനദർ മീഡിയത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവണ റിഫ്രാക്ഷൻ, ഈ ലൈനാണ് റിഫ്രാക്റ്റർ റാക്ക്. ഓക്കെ, നോർമലും റിഫ്രാക്റ്റർ റായും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇൻസിഡന്റ് റായും നോർമൽ റായും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പൊ അത്രയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. എല്ലാവരും എല്ലാ ടോപ്പിക്കും കൃത്യമായിട്ട് പഠിക്കുക. ഇതില് ലോ ഓഫ് റിഫ്രാക്ഷൻ, കണ്ടീഷൻ ഓഫ് ഫോർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, അതായത് ലൈറ്റ് റിഫ്രാക്ഷൻ സംഭവിക്കണമെങ്കിൽ എന്തൊക്കെ വേണമെന്നുള്ളതാണ് ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിനോട്ട് ചെയ്യണ എന്താണ് സ്പീഡ്, പിന്നെ റേഷ്യോ, അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ വാക്വം, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയ, രണ്ടും തമ്മിലുള്ള റേഷ്യോ ഒക്കെ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോ ഇത്രയുള്ള നമ്മൾ വന്നിട്ട് ഇന്നത്തെ ക്ലാസ്. പിന്നെ എല്ലാവരും മറ്റേ ഒരു MCQ പ്രിപ്പയർ ചെയ്ത് ഗൂഗിൾ ഫോമിൽ അയച്ചിട്ടുണ്ട്, അതെല്ലാവരും ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പൊ അത്രയുള്ള ഇന്നത്തെ ക്ലാസ്. പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കൃത്യസമയത്ത് എല്ലാവരും എത്തണം. ഓക്കെ, ബൈ.